ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു എൻട്രി ജർമ്മൻ. ഞാൻ ജാക്ക് ഫ്രാങ്ക്. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് B2 എക്സാം പ്രിപ്പറേഷനുമായിട്ടുള്ള ഒരു ചെറിയൊരു കാര്യമാണ് നമ്മളിന്ന് തുടങ്ങാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ്. നമുക്ക് കുറേ കമൻറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു, B2 എക്സാം പ്രിപ്പറേഷനുമായിട്ടുള്ള എന്തെങ്കിലും ചെയ്യാമോ എന്നുള്ള ഒത്തിരി കമൻസുകൾ. അവരുടെ കമൻറ്റുകളെ മാനിച്ച് നമ്മൾ ഒരു B2 എക്സാം പ്രിപ്പറേഷനിലേക്ക് മൂവ് ചെയ്യാണ്. അപ്പോൾ ഈ ഒരു എക്സാം പ്രിപ്പറേഷനിൽ നമ്മൾ ഇന്ന് തുടങ്ങാൻ ആഗ്രഹിക്കുന്നത് റൈറ്റിംഗുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ടിപ്പുകൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. B2 എക്സാം പ്രിപ്പറേഷൻ റൈറ്റിംഗ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. ഈ റൈറ്റിംഗ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ജർമ്മനിൽ അറിയാവുന്നതാണ്. ഷ്രൈബൻ എന്നാണ് ഇതിനെ പറയുന്നത്. ഇതിൽ നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് B2 ഷ്രൈബൻ ആണ്. അപ്പോൾ ഇതിൽ ആദ്യം പറഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഒരു റൈറ്റിംഗ് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും അവെയർ ആവേണ്ട ഒരു കാര്യം, എക്സാമിന് ചെന്ന് അപ്പോൾ തന്നെ ഇതെല്ലാം എഴുതി അവസാനിപ്പിക്കുക എന്നുള്ളതല്ല. മറിച്ച് എന്താണ്, നമുക്ക് 75 മിനിറ്റ് സമയമാണ് ഗോയിത്തയുടെ ഒരു റൂൾ അനുസരിച്ച് 75 മിനിറ്റ് സമയമാണ്. പല ബോർഡുകൾ B2 എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. റൈറ്റ് നൗ ഐ എം ഡിസ്കസിങ് ഓൺ ഗോയിത്ത. ഓക്കെ, ഗോയിത്തയുടെ ഒരു കാര്യമാണ് പറയണത്. അപ്പോൾ B2 എക്സാമിന് നമുക്ക് 75 മിനിറ്റ് സമയമുണ്ട്. 75 മിനിറ്റ് ഇരുന്നും എഴുതുക എന്നുള്ളതല്ല, മറിച്ച് എഴുതുന്നത് ടൈം മാനേജ്മെന്റ് ചെയ്ത് പോകണം. അതായത് ഈ 75 മിനിറ്റ് കഴിഞ്ഞു പോകുന്നതിന് മുമ്പ് എഴുതി കഴിയണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യമാണ്. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ റൈറ്റിംഗ് എക്സാമിന് പോകുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവണം, നമുക്കൊരു ടൈം മാനേജ്മെന്റ് ഒരു പ്രാക്ടീസ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഒരു 4 സ്റ്റെപ്പുകൾ ഫോളോ ചെയ്താൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നല്ല ഭംഗിയിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങൾക്ക് B2 എക്സാമിന് എഴുതാനായിട്ട് പറ്റും. ആ 4 സ്റ്റെപ്പുകൾ എന്താണെന്നുള്ളതിലേക്ക് നമുക്ക് കടക്കാം. ഹിയർ ഈ ഒരു 4 സ്റ്റെപ്പുകളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ദ ഫസ്റ്റ് വൺ ലേസൺ എന്നുള്ളതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വായിക്കുക എന്നാണ് ലേസൺ എന്ന് പറഞ്ഞാൽ. രണ്ടാമത്തെ എന്ന് പറയുന്നത് എന്താണ്, ഇവിടെ കൊടുത്തിരിക്കുന്നു നോട്ടീസൺ അല്ലെങ്കിൽ പ്ലാൻ എന്ന് പറയും. പ്ലാനിങ് ആണ് രണ്ടാമത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയാം. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതാണ്, ഷ്രൈബൻ റൈറ്റ്, എഴുതുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു പേപ്പർ കിട്ടി അപ്പം തന്നെ എഴുതി തുടങ്ങുക എന്നുള്ളതല്ല, മറിച്ച് ഇങ്ങനെ ഒരു സ്റ്റെപ്പ് ഫോളോ ചെയ്താൽ നല്ലതായിരിക്കും. ഇതിൽ നാലാമത്തത് പ്രൂഫനാണ്, ടു ചെക്ക്. നമ്മൾ എഴുതിയത് ശരിയാണോ, നമ്മുടെ ഭാഗത്തുനിന്നൊരു ചെക്ക് ചെയ്യുന്ന ഒരു രീതി. ഇങ്ങനെ ഒരു 4 സ്റ്റെപ്പിലൂടെ പോയി വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് എഴുതാം. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, 2 തരത്തിലുള്ള സ്റ്റുഡൻസിനെയാണ് നമ്മൾ കൂടുതൽ കാണുന്നത്. എന്ന് പറഞ്ഞാൽ, ചില കുട്ടികൾക്ക് ചോദ്യം വായിച്ചാൽ ഈ പ്ലാനിങ് എല്ലാം അവരുടെ മൈൻഡിൽ തന്നെ നടന്നു പോകുന്ന ആളുകളുണ്ട്. അപ്പോൾ വളരെ നല്ല രീതിയിൽ ഒരു ഗ്രാമാറ്റിക് ബേസും വൊക്കാബ്സും ഒക്കെ ഉള്ള ഒരാൾക്ക് ചിലപ്പം പെട്ടെന്ന് ആ ലെറ്റർ ഉത്തരങ്ങൾ അങ്ങനെ തന്നെ വൃത്തിയായിട്ട് എഴുതാനായിട്ട് പറ്റാം. അതൊരു കാറ്റഗറി. രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത്, പെട്ടെന്ന് നമുക്ക് ഒരു സ്പോണ്ടേനിയസ് ആയിട്ട് എഴുതാൻ പെട്ടെന്ന് പറ്റണമെന്നില്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, നമുക്കൊരു ചെറിയൊരു പ്ലാനിങ് ഒക്കെ എടുത്ത് കുറച്ച് വൊക്കാബ്സ് ഒക്കെ അടുപ്പിച്ച് കുറച്ച് കുഞ്ഞു പ്രിപ്പറേഷൻ ഒക്കെ എടുത്ത് ഒരു ലെറ്ററിലേക്ക് എത്തുമ്പോഴായിരിക്കും ഒരു B2 സ്റ്റാൻഡേർഡിലേക്കുള്ള ലെറ്ററിലേക്ക് വരാനായിട്ട് പറ്റുക. ഓക്കെ, നമുക്കിത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് വിശദമായിട്ടൊന്ന് കാണാം. ഇതിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാൻ പോകുന്നത് ടൈം മാനേജ്മെന്റും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് പറയാം. അതായത് നമ്മുടെ ഗോയിത്തയിലെ ഫസ്റ്റ് സ്റ്റൈൽ, റൈറ്റിങ്ങിന്റെ ഫസ്റ്റ് സ്റ്റൈലിൽ നമ്മൾ 45 മിനിറ്റ് സമയമാണ് നമുക്ക് പ്രിഫർ ചെയ്യണത്. 75 മിനിറ്റിൽ ഒരു 45 മിനിറ്റ് നമുക്ക് അതിന് വേണ്ടി എടുക്കുകയാണെന്ന് നമ്മൾ വിചാരിക്കാം. ഈ 45 മിനിറ്റിൽ ഈ 4 സ്റ്റെപ്പുകൾക്കും എത്ര സമയം കൊടുക്കാം എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ആദ്യം ഒന്ന് കാണാം. ദ ഫസ്റ്റ് വൺ, ലേസൺ, റീഡിങ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ദ ടാസ്ക് എന്നുള്ളതാണ്. ഒരു ലെറ്റർ അതിൽ കൊടുത്തിരിക്കുന്ന ഫസ്റ്റ് ടാസ്ക് വായിച്ച് മനസ്സിലാക്കാൻ നമുക്കൊരു 5 മിനിറ്റ് എങ്കിലും മിനിമം അതിന് കൊടുക്കുന്നത് നല്ലതാണ്. ചിലർ 3 to 5 മിനിറ്റ്സിൽ വായിച്ചു തീർക്കുന്നവരുണ്ട്. അപ്പോൾ ഇത് വായിച്ച് ക്വസ്റ്റ്യൻ മനസ്സിലാക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ചിലർ പെട്ടെന്നൊരു കാണുമ്പം ഇത് എവിടെയോ കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണല്ലോ എന്ന് തോന്നി പെട്ടെന്ന് ക്വസ്റ്റ്യൻ പൂർണ്ണമായിട്ട് വായിക്കാതെ ഉത്തരം മാറ്റി എഴുതി വയ്ക്കുമ്പോൾ മാർക്ക് പോകാറുണ്ട്. അതുകൊണ്ട് ക്വസ്റ്റ്യൻ വായിക്കാൻ മിനിമം ഒരു 3 to 5 മിനിറ്റ്സ് എങ്കിലും നിങ്ങൾ എന്തിനു വേണ്ടി എടുക്കണം, ക്വസ്റ്റ്യൻ വായിക്കാൻ വേണ്ടി എടുക്കണമെന്നുള്ളത് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്കൊരു 5 മിനിറ്റ് എന്തിനു കൊടുക്കാം, ഫസ്റ്റ് സ്റ്റെപ്പിന് വേണ്ടി നമുക്ക് മാറ്റി വയ്ക്കാം. ദെൻ റിമൈൻ നമുക്കൊരു 40 മിനിറ്റ്സ് ഉണ്ട്. അതെങ്ങനെ പോകണമെന്ന് നോക്കാം. സെക്കൻഡ് വൺ നമ്മൾ നോക്കുന്നത് നോട്ടീസൺ പ്ലാനൻ എന്നാണ്. ഓക്കെ, നോട്ടീസൺ എന്ന് പറയുമ്പോൾ നോട്ട് ചെയ്യുക, പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ്. പ്ലാനിങ് യുവർ സ്ട്രക്ചർ, നിങ്ങൾ എങ്ങനെയാണ് അത് എഴുതാൻ പോകുന്നത്. ഇപ്പം ഫസ്റ്റ് ടൈൽ നമുക്കറിയാം 4 സബ് പോയിന്റ്സ് ഉണ്ടാവും. ഈ 4 സബ് പോയിന്റ്സിന് വേണ്ടിയുള്ള കാര്യങ്ങൾ എങ്ങനെ എഴുതണം എന്നുള്ളതായിരിക്കും. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം. നമുക്ക് ഫസ്റ്റ് ഈ സ്റ്റെപ്പുകൾ എന്താണെന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഈ 4 പോയിന്റുകളിൽ എന്താണ് നമ്മൾ എഴുതാൻ ആഗ്രഹിക്കുന്നത്, അതിനെക്കുറിച്ചുള്ള കുഞ്ഞു പോയിന്റ്സുകളൊക്കെ വർക്ക്ഔട്ട് ചെയ്യാനും, അതുപോലെ തന്നെ ഈ വർക്ക്ഔട്ട് ചെയ്ത പോയിന്റുകൾ ഒരു B2 ലെവലിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, വൊക്കാബ്സ് വെച്ച്, വെർബ് വെച്ച്, കുറച്ച് കോണക്ടറൊക്കെ വെച്ച് കുറച്ചും കൂടി അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഒരു സമയം, ഒരു പ്ലാനിങ് ആണ് നമുക്ക് രണ്ടാമത് വേണ്ടത്. നല്ലൊരു പ്ലാനിങ് ഉണ്ടെങ്കിൽ നല്ലൊരു ലെറ്റർ അവിടെ ഉണ്ടാവും.
നമുക്കറിയാലോ, നമ്മളൊരു വീട് പണിയുമ്പം എത്രമാത്രം പ്ലാൻ ചെയ്തതിന് ശേഷമാണ് നമ്മളത് വരയ്ക്കുമ്പോൾ തന്നെ കുറേയൊക്കെ മാറ്റി മാറ്റി വരച്ച് നല്ലൊരു പ്ലാനിലേക്ക് നമുക്ക് സാറ്റിസ്ഫൈഡ് ആകുന്ന പ്ലാനിൽ എത്തിക്കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ ഒരു പ്ലാൻ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ദ സെയിം വേ നമ്മളൊരു 5 മുതൽ 10 മിനിറ്റ് വരെ സമയം നമുക്ക് എടുക്കാം. ഡിപ്പെൻഡ് ദ പേഴ്സൺ എന്ന് പറയും. അതാ നേരത്തെ പറഞ്ഞു, 2 കാറ്റഗറിയിലുള്ള ആളുകളുണ്ട്. ചിലർക്ക് വളരെ പെട്ടെന്ന് പ്ലാനിങ് കഴിയും, കുറച്ച് പേർക്ക് വളരെ സമയം എടുക്കുന്ന ആളുകളുണ്ടാവും. അപ്പോൾ മിനിമം 5 മിനിറ്റ് എങ്കിലും നിങ്ങൾ എടുക്കണം. അപ്പോൾ 5 to 10 മിനിറ്റ്സ് പ്ലാനിങ്ങിന് വേണ്ടി എടുക്കുക. ദാറ്റ് വിൽ ബി ഗ്രേറ്റ്. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നതാണ് റൈറ്റിംഗ്. മൂന്നാമത്തെ സ്റ്റെപ്പിലാണ് നമ്മൾ എഴുതി തുടങ്ങേണ്ടത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആദ്യത്തെ വരുന്നത് 150-180 ഉള്ളിലുള്ള ഒരു പോർഷനാണ്, ബ്ലോഗാണ് നമ്മൾ എഴുതുന്നത്. അപ്പം ഇത് എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് 150 എന്തായാലും ഉണ്ടാവണം, അതിൽ കുറയാൻ പാടില്ല. 150 അതിന് മുകളിലേക്ക് പോവാതിരിക്കാൻ ശ്രമിക്കുക. ഒത്തിരിയായ പ്രശ്നം എന്താണെന്നറിയോ, 150 വേർഡ്സ് നമുക്ക് വേണ്ടത്. അതിൽ കൂടുതൽ എഴുതിയാൽ പിന്നെ വരുന്ന നല്ല സെന്റൻസുകൾക്ക് മാർക്ക് പ്രത്യേകിച്ച് ആഡ് ആവണില്ല. പക്ഷെ കൂടുതൽ എഴുതുമ്പോൾ കറക്ഷൻസ് കൂടാനുള്ള സാധ്യതയുണ്ട്, തെറ്റുകൾ വരാനുള്ള സാധ്യത കൂടുതൽ. അപ്പം 150-150 ഉള്ളിൽ ഉള്ള കൗണ്ടിൽ എഴുതി പഠിക്കുന്നതാണ് എപ്പോഴും നമുക്ക് നല്ലത്. 150-155 നിർത്താൻ പറ്റി അത്രയും ബ്യൂട്ടിഫുൾ ആയിരിക്കും. പക്ഷെ എങ്ങനെ പോയാലും നമ്മൾ എഴുതുമ്പോൾ അതിൽ ചെറിയൊരു ഏറ്റക്കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവും. പക്ഷെ 150 താഴാതിരിക്കാൻ ശ്രദ്ധിക്കണം. അവിടെ നിന്നാണ് നമ്മൾ എഴുതി തുടങ്ങുന്നത്. എഴുതി തുടങ്ങിക്കഴിഞ്ഞാൽ ഈ ഓരോ പോയിന്റുകളും പ്ലാൻ ചെയ്ത് വെച്ച് നമ്മൾ എഴുതി ഈ 4 സ്റ്റെപ്പുകൾ എഴുതി കഴിഞ്ഞതിന് ശേഷം അവസാനം നിങ്ങൾ സമയം കണ്ടെത്തേണ്ടത്, അതിന് മുമ്പ് പറയാം, നമ്മൾ 25-30 മിനിറ്റ് ആണ് അവിടെ പ്രിഫർ ചെയ്യണം. 25 to 30 മിനിറ്റ്സ് നിങ്ങൾക്ക് എഴുതാനായിട്ട് എടുക്കാം. അത് കഴിഞ്ഞാൽ 5 മിനിറ്റ്, അതിലൊരു കോംപ്രമൈസ് ഇല്ല. അവസാനത്തെ 5 മിനിറ്റ് നിങ്ങൾ എന്ത് ചെയ്യണം, കറക്ഷന് വേണ്ടി മാറ്റിവെക്കണം. അല്ലെങ്കിൽ ഉണ്ടാവുന്ന നമ്മൾ പെട്ടെന്ന് എത്ര പ്ലാൻ ചെയ്തു എന്ന് പറഞ്ഞാലും നമ്മൾ പെട്ടെന്ന് എഴുതി പോകുമ്പോൾ നമ്മുടെ ഭാഗത്ത് നിന്ന് തെറ്റുകൾ വരാം. അപ്പോൾ ഈ തെറ്റുകൾ നമുക്ക് എങ്ങനെ തിരുത്തുക, നമ്മൾ ഒരു തവണ കൂടി വായിച്ചു നോക്കണം. ഓക്കെ, എങ്ങനത്തെ ഒരു പെർസ്പെക്റ്റീവിലാണ് വായിക്കുക, ഒരു ടീച്ചറിന്റെ കണ്ടുകൊണ്ട് നിങ്ങൾ വായിക്കണം. ഇങ്ങനെയൊക്കെ വന്നാൽ എങ്ങനെയാണ്, അതിന്റെ മാർക്കിംഗ് സിസ്റ്റം എങ്ങനെ വരുന്നു എന്നുള്ളത് നമ്മൾ അടുത്ത സെഷനിൽ പറഞ്ഞു തരാം. ക്ലിയർ? അപ്പോൾ ഈ ഒരു 4 സ്റ്റെപ്പുകൾ അതൊക്കെ ഈ പറഞ്ഞ പ്രൂഫ് ചെയ്യാൻ, അതായത് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന എത്ര മിനിറ്റാണ്, 5 മിനിറ്റ്സ് എങ്കിലും മിനിമം കൊടുക്കണം. അതിൽ കൂടുതൽ കൊടുക്കാം. അതായത് ഈ പറഞ്ഞിരിക്കുന്ന ഒരു ചെറിയൊരു ടൈം ഫ്രെയിം ആണ്. ഇതിൽ നിങ്ങൾക്ക് കൂടുതൽ സമയം എവിടെ വേണോ അതിനനുസരിച്ച് മാറ്റാം. പക്ഷേ ഈ പറയുന്ന 5 മിനിറ്റിൽ കൂടുതൽ റീഡിങ്ങിന് എടുക്കാതിരിക്കുക, 10 മിനിറ്റിൽ കൂടുതൽ പ്ലാനിങ്ങിൽ എടുക്കാതിരിക്കുക, ഒരു 25-30 മിനിറ്റ്സിന് മുകളിലേക്ക് എടുക്കാതിരിക്കുക. റൈറ്റിംഗ് ഒരു 25-30 മിനിറ്റ്സിലൊക്കെ നിർത്തുക. ഈ പറയുന്ന പ്രൂഫ് ആൻഡ് ചെക്കിംഗ് എന്ന് പറഞ്ഞാൽ 5 മിനിറ്റ്. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് മാറ്റാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ 7 മിനിറ്റ് ആക്കാം. മേ ബി ചെക്ക് ചെയ്യാൻ എനിക്ക് കൂടുതൽ സമയം വേണമെങ്കിൽ അതിനനുസരിച്ച് ഇവിടെ മാറ്റാം. അതനുസരിച്ച് ഈ പറയുന്ന സമയങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള എബിലിറ്റി അനുസരിച്ച്, നിങ്ങളുടെ ഒരു കഴിവനുസരിച്ച് നിങ്ങൾക്ക് അതിനെ മാറ്റാനായിട്ട് പറ്റും. ടൈം മാനേജ്മെന്റ് ചെയ്യുന്നത് ഈസി ആയിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ലെറ്ററിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഈ 2 കാര്യങ്ങൾ. ഒന്ന് ടൈം മാനേജ്മെന്റ്, രണ്ടാമത്തെ കാര്യം ഈ 4 സ്റ്റെപ്പുകൾ ഫോളോ ചെയ്യാനായിട്ട് തുടങ്ങുക. നിങ്ങൾ ഈ ഒരു 4 സ്റ്റെപ്പുകൾ ഫോളോ ചെയ്തൊന്ന് എഴുതി തുടങ്ങും. നമ്മൾ ഒരു എക്സാമ്പിളുമായിട്ട് ഇനി അടുത്തൊരു സെഷനിൽ കാണാം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഇതാണ്, നമ്മളിതൊരു വെൽക്കം ചെയ്യാണ്, ആരംഭിക്കുകയാണ്. അപ്പോൾ ഈ B2 എക്സാം പ്രിപ്പറേഷനുമായിട്ടുള്ള കുറച്ച് വീഡിയോസ് നിങ്ങൾ ഇനി കാത്തിരിക്കുകയാണ്. ഇനി കുറച്ചും ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണ് റൈറ്റിംഗ് വരുന്നത്, സ്പീക്കിങ്ങിന് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം, അതുപോലെ തന്നെ ലിസണിങ് എന്തെങ്കിലുമൊക്കെ ചെയ്യാം, അതുപോലെ റീഡിങ്ങിൽ എന്തൊക്കെ ടിപ്പുകൾ ഉപയോഗിക്കാം, ഇങ്ങനെയുള്ള വീഡിയോസ് നിങ്ങളെ കാത്തിരിക്കുന്നു. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. നിങ്ങൾക്ക് ഇനിയും ഇതിന്റെ തുടർന്ന് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്. Auf Wiedersehen.